ഇത്രയും റെസ്പെക്റ്റഡ് ഒരു പ്രൊഫഷൻ വേറെ ഇല്ല. ഇതിനകത്ത് മനസാക്ഷി, മനുഷ്യപ്പറ്റ്, പിന്നെ നമ്മുടെ നോളജ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷൻ ഇന്ന് വരെ ഇല്ല. ഡോക്ടേഴ്സിന് ഭയങ്കര സ്ട്രെസ്സാണ്, തീർച്ചയായിട്ടും സ്ട്രെസ്സാണ്. നമ്മൾ ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സും ലൈഫ് സേവിങ് ആയിരിക്കും, ലിം സേവിങ് ആയിരിക്കും, സ്ട്രെസ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഇതൊക്കെ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു വലിയൊരു വർക്കൗട്ട് അല്ലെങ്കിൽ സ്പോർട്സിന് ഒരു വലിയൊരു മെഡൽ നേടി വരുന്ന ഒരു സന്തോഷമാണ് പല സമയത്തും. നമ്മൾ ഓരോ സ്റ്റേജിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എക്സൽ ചെയ്ത് പോയാം. അതാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു വിജയം. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ നോൺ സർജിക്കൽ ഫീൽഡ്സിലേക്ക് പോകാനൊരു ചായ കൊണ്ടാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയണത്, ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലേക്ക് പോകണം. എനിക്ക് തോന്നുന്നത് നമ്മളെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് പോകേണ്ടത്. അല്ലാതെ ആരാണ് ഒരു ട്രെൻഡ് അനുസരിച്ച്, ഇപ്പോൾ റേഡിയോളജിക്കാണ് ആരും പോകണത്, അല്ലെങ്കിൽ സർജറിക്ക് ആരാണ് പോകാൻ താല്പര്യം, അല്ലെങ്കിൽ ഡെർമറ്റോളജി, അങ്ങനെ പോകാതെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ എന്തിന് പോയാലും അത് എൻജോയ് ചെയ്തിരിക്കണം. എൻജോയ് ചെയ്താൽ ഏത് സ്പെഷ്യാലിറ്റിയും നമുക്ക് എൻജോയ് ചെയ്ത്. എക്കണോമിക്സ് വിൽ കം ലേറ്റർ. നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബാലൻസാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചിലരൊക്കെ ഭയങ്കര ഫെയർ ഉള്ളായിരിക്കും, ഇരുന്നറായിരിക്കും, പക്ഷെ ഒരു സൗന്ദര്യമുണ്ട്. അത് റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബാലൻസാണ്, ഫേസിൻ്റെ ബാലൻസ്, അവരുടെ മൊത്തത്തിൽ സ്ട്രക്ചറിൻ്റെ ബാലൻസിലാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എല്ലാവരും എ ഐ എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എ ഐ എന്ത് പറഞ്ഞാലും അതിൻ്റെ കൺക്ലൂഷൻസ് എന്തായാലും അറ്റ് ദി എൻഡ് ഓഫ് ദ സ്പെക്ട്രം ഒരു ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീയിങ് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. സാർ, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ്, അതായത് ഫിലിം സ്റ്റാർസിൻ്റെ ഫോട്ടോയെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞ പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം. സാർ, ഇതിൽ വല്ല കാര്യമൊക്കെ ഉള്ളതാണോ? കേരളത്തിലെ പ്രശസ്തരായ ഡോക്ടർമാരെ പരിചയപ്പെടുത്തുന്ന സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ സിറിൽ ജോസഫിനെയാണ്. അദ്ദേഹം IIT അഡ്മിഷൻ കിട്ടിയിട്ടും അതല്ല തൻ്റെ പാഷൻ എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ഡിഗ്രി സ്വന്തമാക്കി. അതിനുശേഷം തുടർന്ന് MS ജനറൽ സർജറി ബെറാംപൂർ മെഡിക്കൽ കോളേജിൽ നിന്നും കംപ്ലീറ്റ് ചെയ്തു. തുടർന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും MCH പ്ലാസ്റ്റിക് സർജറിയിൽ ബിരുദം കരസ്ഥമാക്കി. ഇപ്പം അദ്ദേഹം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സീനിയർ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഡോക്ടർ ജോയ്സ് ജിയോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും സൈക്കാട്രിയിൽ MDയും കരസ്ഥമാക്കി. ഇപ്പം അദ്ദേഹം പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഒരു ഫാമിലിക്ക് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും സക്സസ്ഫുൾ ആയ ഡോക്ടേഴ്സാണ്. അതുകൂടാതെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, 2 മക്കളും ഡോക്ടേഴ്സാണ്. ഒന്നും കൂടി കൃത്യമായി പറഞ്ഞാൽ, ആദ്യത്തെ ആൾ എൽസ, മൂത്ത മകൾ എൽസ 2018 ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പം ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം കരസ്ഥമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾ എലൈൻ ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ഏറ്റവും മികച്ച സ്കോർ നേടി ഏത് മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. സോ ഏറ്റവും പ്രൗഡായ ഒരു പേരൻസ് ആണ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സർ, ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കഴിഞ്ഞ 20 വർഷത്തേക്ക് വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡ് ആയിരിക്കാം പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. സർ, ശരിക്കും എന്താണ് ഈ ഒരു ഫീൽഡ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയാണ് സർ കവർ ചെയ്യപ്പെടുന്നത്? പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് സർജറി എന്ന് അതുണ്ട്. അന്നേരം ഇതിൻ്റെ അപ്പുറം പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഫീൽഡാണ്. ഇപ്പം പ്ലാസ്റ്റിക് സർജറി, നമ്മളൊരു പ്ലാസ്റ്റിക് സർജൻ ആകണമെങ്കിൽ ആദ്യം നമ്മൾ MBBS ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സർജറിയിൽ സ്പെഷ്യലൈസ് ചെയ്യണം. അത് ഒരു MS ജനറൽ സർജറി വന്ന് സ്പെഷ്യലൈസേഷൻ കഴിയുമ്പോൾ നമ്മൾ സർജൻ ആവും. സർജൻ ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ MCH എന്ന് പറഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സിലാണ് നമ്മൾ ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് മാറുന്നത്. പ്ലാസ്റ്റിക് സർജറി ആകാം, ന്യൂറോ സർജറി ആകാം, കാർഡിയോതൊറാസിക് സർജറി ആകാം, യൂറോളജി ആകാം, ഗ്യാസ്ട്രോഎൻട്രോളജി ആകാം. അന്നേരം ഈ നമ്മുടെ ബേസിക് സ്പെഷ്യാലിറ്റി കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റിക് സർജൻ ആകണത്. അന്നേരം ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ നമുക്ക് പലർക്കും അറിയാൻ മേലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു പർട്ടിക്കുലർ ദേഹത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് ഇത് സ്പെസിഫിക് ആയിട്ടില്ല. ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ, മുടി തൊട്ട് കാലിൻ്റെ നഖം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് സർജറിക്കകത്ത് ഡീൽ ചെയ്യുന്ന കാര്യം. മുടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയറാണ്. കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വെറുതെ മുടി എടുത്ത് വെക്കുന്നതല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ആ മുടി വെച്ച് അത് പിടിക്കുന്ന കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് സർജറിയുടെ ബേസിക് കോൺസെപ്റ്റ്സ്
യൂട്ടിലൈസ് ചെയ്ത് ചെയ്യണ കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ ജന്മനായുള്ള ഡിഫക്റ്റുകൾ, ഈ മുറിച്ചുണ്ട്, അണ്ണാക്ക് വെണ്ടിരിക്കുന്നത്, ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റ് എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെയൊക്കെ സർജറീസ് ചെയ്ത് നമ്മളൊരു കുഞ്ഞിനെ നോർമൽ ഒരു രൂപമാക്കി എടുക്കുന്നത് ഇത് പ്ലാസ്റ്റിക് സർജറിയുടെ വേറൊരു രൂപം. അതുപോലെ തന്നെ നമ്മൾ വേറെ ഭാഗത്തെ ഡിഫക്ട്സ് ആകാം, നമ്മുടെ കാലയിലെ കയ്യിലെ വിരലുകൾ, എക്സ്ട്രാ വിരലുകൾ ഉണ്ടാകണത്, വിരലുകൾ ചേർന്നിരിക്കുന്നത്, വിരലുകളില്ലാത്ത രൂപം, അവിടെയൊക്കെ നമ്മൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ കാര്യങ്ങൾ ഒരു ഫങ്ഷണൽ രീതിയിൽ ഒരു ആളെ ആക്കിയെടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ വലിയൊരു വിജയമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല ഹാൻഡ് ഇഞ്ചുറീസ് ഉണ്ടാവും, പല ലിംബ് ഇഞ്ചുറീസ്, കാലും കൈയുടെയും ഇഞ്ചുറീസ് ഉണ്ടാവും. ഇതെല്ലാം നല്ല രീതിയിൽ ചികിത്സിച്ച് ഒരു നല്ല രൂപവും നല്ല ഫങ്ഷൻ ആക്കി കൊടുക്കുന്നതിലാണ് ഈ പ്ലാസ്റ്റിക് സർജറിയുടെ വലിയൊരു റോള്. ഇതിൻ്റെ അപ്പുറം ചെല്ലുമ്പം മൈക്രോവാസ്കുലർ സർജറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേൾക്കാറുണ്ട്. ഇപ്പം അറ്റുപോയ വിരലുകൾ നമ്മൾ തിരിച്ചു വെച്ച് പിടിപ്പിക്കുന്നത്, കുറേ ഭാഗം നമ്മൾ ആക്സിഡൻറ്റ് മാധ്യമേ എല്ലിൻ്റെ പുറത്ത് കുറേ മാംസം നഷ്ടപ്പെടുക, അതിന് വേണ്ടിയിട്ട് വേറെ ഭാഗത്ത് നിന്ന് മാംസം എടുത്ത് വെക്കുന്ന സർജറീസ്, ഇതാണ് മൈക്രോവാസ്കുലർ സർജറി. ഇത് പണ്ടത്തെ കാലത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പം റുട്ടീനായിട്ട് നമ്മൾ ചെയ്ത് ഒരു നോർമൽ, ഒരു നിയർ നോർമൽ ഒരു ആൾക്ക് ഒരു പോരായ്മകൾ കറക്റ്റ് ചെയ്ത് നിയർ നോർമൽ ആക്കിയെടുക്കുന്നതിലാണ് നമ്മൾ പല കാര്യത്തിനും വിജയം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നോക്കുമ്പം ക്യാൻസർ മാധ്യമേ കുറേ നഷ്ടങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യണമെന്ന് പറയും. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ കാരണം ബ്രസ്റ്റ് ലൂസ് ചെയ്യണം. ഇത് സൈക്കോളജിക്കലി നമുക്ക് ചിന്തിക്കാം, ഒരു ലൂസ് ചെയ്യണത് മാത്രമല്ല സൈക്കോളജിക്കലി ഒരു ലേഡി സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ട്രോമയാണ്. അത് നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്ത് അത് നമ്മളൊരു ബ്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക് സർജറിയുടെ പല വിഭാഗങ്ങൾ. പിന്നെ കോസ്മെറ്റിക് സർജറി, അത് നല്ല വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ എസ്തെറ്റിക് സർജറി. എസ്തെറ്റിക് സർജറിയിലാണ് നമ്മൾ ഒരാളുടെ ഒരു ഇംപ്രൂവ് ചെയ്തെടുക്കുന്നത്. ഇപ്പം എപ്പോഴും സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഒരു ഈ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ബ്രസ്റ്റിൻ്റെ ഒരു ആയിട്ട് കാണിക്കുമ്പം അത് നമുക്ക് സോഷ്യൽ ഇഷ്യൂ ആണ്. അത് ആക്ച്വലി കോസ്മെറ്റിക് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സോഷ്യൽ ഇഷ്യൂ ആണ്. ഇപ്പം നമ്മളൊരു ചെറുപ്പമായ യൂത്തൊക്കെ ഒരു ടീഷർട്ട് ഊരി അല്ലെങ്കിൽ ഷർട്ട് ഊരി കഴിയുമ്പം ആൾക്കാർ പിയേഴ്സ് അല്ലെങ്കിൽ കൂടെയുള്ള കുട്ടികളെല്ലാം കളിയാക്കിയും അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്ത് ആ ഏരിയ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കണം, അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ജന്മന ഈ മൂക്ക് ചപ്പിയിരിക്കുന്നത്, സാഡിൽ നോസ് എന്ന് പറയുന്നത്, ആ മൂക്ക് നമ്മൾ ശരിയാക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് അത് മൂക്കിന് വളവുണ്ടാക്കുക, റൈനോപ്ലാസ്റ്റി ചെയ്ത് കൊടുക്കുക. ഈ റൈനോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്നത് ഒരു സർജിക്കൽ ഒരു എക്സ്പെർട്ടൈസിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഇന്നും അത് കാരണം ഞാൻ പറയണത്, നമ്മൾ ഒരു സ്പെഷ്യാലിറ്റി കയറി MBBS കഴിഞ്ഞ് ഡോക്ടറായി ഒരു സ്പെഷ്യാലിറ്റി കയറി അത് വർഷങ്ങളെടുക്കും ഇമ്പ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ്. അത് ഏത് ഫീൽഡിലും അതുപോലെയാണ്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഒരു സമയം എടുക്കും നമ്മളൊരു നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ലൊരു സർജിക്കൽ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുകയും നല്ലൊരു പേരുണ്ടാക്കുകയും. നമ്മൾ പേരുണ്ടാക്കാനായിട്ട് അത്രയും നമ്മൾ എക്സ്പേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതാണ്. നമ്മളൊരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മളൊരു സർജിക്കൽ ഫീൽഡിൽ വന്നു കഴിഞ്ഞ് അത് മെഡിസിൻ ആവും സർജറി ആവും, നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യണം, എക്സൽ ചെയ്യണം. നമ്മൾ എന്ത് ഫീൽഡിൽ കയറി കഴിഞ്ഞാൽ, അതാണ് ഞാൻ മക്കളോട് പറയണത്. നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോകാം, നമ്മൾ മെഡിസിനിൽ പോകാം, എൻജിനീയറിംഗ് പോകാം, നമ്മൾ എന്ത് ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ എക്സൽ ചെയ്തിരിക്കണം. ഇപ്പം ഞാൻ തന്നെ ഈ എൻട്രൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യം IIT-യിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഡിസിനിലേക്ക് മാറിയത്. കാരണം എനിക്ക് മെഡിസിനാണ് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എക്സൽ ചെയ്ത് പോവുക. അതാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു വിജയം. പിന്നെ നമ്മൾ ചെയ്യണ കാര്യം എൻജോയ് ചെയ്യുക. ഇപ്പം ഞങ്ങളുടെ ജൂനിയർ ഡോക്ടേഴ്സും ജൂനിയർ സർജൻസ് എല്ലാവരോടും പറയാറുണ്ട്, ഇപ്പോൾ ഒരു ഡ്രസ്സിങ് ചെയ്യണത് ഒരു സീനിയർ കൺസൾട്ടൻറ്റ് സംബന്ധിച്ച് ചെറിയൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്യണത്. അതിൻ്റെ ഗുണം ആ രോഗിക്കും കിട്ടും, നമുക്ക് മനസ്സുകൊണ്ടും കിട്ടും. കാരണം ചില സമയത്തൊക്കെ നമ്മൾ രാവിലെ മുതൽ പണി തുടങ്ങി OP നോക്കി, പിന്നെ നമുക്ക് തിയേറ്ററിൽ ചിലപ്പോൾ എമർജൻസി കേസ് കാണും. അത് കഴിഞ്ഞ് തിരിച്ചു വാടി വന്ന് ഞങ്ങൾ ഡ്രസ്സിങ്സ് ചെയ്ത് അത് ഓരോ മുറിവ് ഇമ്പ്രൂവ് ചെയ്യുക, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നന്നായിട്ട് കാണിക്കുക. ഇതിൻ്റെയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ്. കാരണം എല്ലാ സമയത്തും പറയും മെഡിസിൻ ഭയങ്കര സ്ട്രെസ്സാണ് ഇതെല്ലാം. റീസെൻ്റ്ലി ഞങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ ഒരു ടോക്ക് കേട്ട്,
സാറ് പറയണത് വേറെ ഒരു പ്രൊഫഷനില്ല ഇത്രയും നോബിൾ. അത് കാരണം ഇത്രയും റെസ്പെക്റ്റഡ് ഒരു പ്രൊഫഷൻ വേറെ ഇല്ല. പിന്നെ എല്ലാ രീതിയിലും നമ്മൾ നോക്കുമ്പം ഭയങ്കര നോബിൾ മാത്രമല്ല, നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ഇതിനകത്ത് മനസാക്ഷി, മനുഷ്യപ്പറ്റ്, പിന്നെ നമ്മുടെ നോളജ് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷൻ ഇന്ന് വരെ ഇല്ല. അത് നമുക്ക് അഭിമാനത്തിനോട് പറയാവുന്നതാണ്. കാരണം ഞാൻ എപ്പോഴും ഓരോരുത്തർ പറയും നമ്മൾ ഈ ഫീൽഡിൽ വന്നിട്ട് റിഗ്രറ്റ് ഉണ്ടാകുന്നു. ഞാൻ പറയണത്, ഞാൻ കൽക്കട്ട മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, ഇന്ത്യയിലെ ഫസ്റ്റ് കോളേജ്. എനിക്ക് വേണ്ടി വന്ന അടുത്ത ലൈഫിൽ ഞാൻ അതേ രീതിയിൽ അതേ കോളേജിൽ ഇതേ സ്ട്രീമിൽ ഇതേ ഒരു പ്ലാസ്റ്റിക് സർജനായിട്ട് പ്രവർത്തിക്കാനാണ് എനിക്ക് സന്തോഷം. കാരണം ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, എസ്തെറ്റിക് സർജറിയും അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറിയും. അത് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ രൂപത്തിൽ അറിയണമെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഫാക്ടറിയിലൊരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരു കൈ, അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടായ ഒരു കാല്, അതൊക്കെ ശരിയാക്കി എടുത്ത് പിന്നെ നമ്മൾ ഒരു സമൂഹത്തിൽ നടക്കുമ്പോൾ ചിലപ്പോൾ കടയിൽ നിൽക്കുമ്പം നേരിട്ട് കാണുമ്പോൾ ഡോക്ടറെ ഇന്നെന്താ ഇവിടെ, നമുക്ക് കണ്ടാൽ മനസ്സിലായില്ലേ ഇതെന്താ സംഭവിച്ചെന്ന്. അപ്പോൾ അതൊക്കെ പുള്ളി പാൻറ് ഒന്ന് പൊക്കി കാണിച്ചു തരും, ദേ ഇവിടെ ഒരു കാര്യം ചെയ്തു തന്നാന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയണത്, നമ്മൾ പറയണത് ഒരു നടന്നു പോകുമ്പം പറയണ ഇംഗ്ലീഷിൽ പറയും ഒരു ബൗൺസ് ഇൻ യുവർ സ്റ്റെപ്പ് എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അത് കാരണം ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിന് ഭയങ്കര സ്ട്രെസ്സാണ്. തീർച്ചയായിട്ടും സ്ട്രെസ്സാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സും ലൈഫ് സേവിങ് ആയിരിക്കും, ലിം സേവിങ് ആയിരിക്കും, സ്ട്രെസ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഇതൊക്കെ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു വലിയൊരു വർക്കൗട്ട് അല്ലെങ്കിൽ സ്പോർട്സിന് ഒരു വലിയൊരു മെഡൽ നേടി വരുന്ന ഒരു സന്തോഷമാണ് പല സമയത്തും. അത് പലരോടും പറഞ്ഞാൽ മനസ്സിലായില്ല. അത് പിന്നെ നമ്മുടെ ഫാമിലി അനുസരിച്ച് നോക്കുമ്പം എൻ്റെ സ്പെഷ്യാലിറ്റിയിൽ ഒരു തിരക്കുള്ള സ്പെഷ്യാലിറ്റി, എമർജൻസിയുള്ള സ്പെഷ്യാലിറ്റിയാണ്. ജോയ്സിൻ്റെ സ്പെഷ്യാലിറ്റി ഒരു മെഡിസിൻ സ്പെഷ്യാലിറ്റി, കുറച്ചുകൂടെ ഒരു ജോയ്സിന് കുറച്ചുകൂടെ ഫ്രീ ടൈം കിട്ടുന്ന സ്പെഷ്യാലിറ്റിയാണ്. അത് ഭയങ്കരമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകാവുന്ന ഒരു രീതിയാണ്. പിന്നെ നമ്മളൊരു ലൈഫ് പാർട്ട്ണർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് ഒരു വലിയൊരു കാരണമുണ്ട്. അത് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആകുമ്പം ഒരാൾ മറ്റേയാൾ സപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പം മറ്റേയാൾ മൊബൈലായിരിക്കണം, സ്ത്രീകളായി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പഠിച്ചിരിക്കണം, നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അന്നേരം ഒരിക്കലും പോരായ്മയില്ല. കാരണം അറിയാമല്ലോ, നമ്മൾ രണ്ട് പിള്ളേരെയും ഈ പ്രൊഫഷണൽ ഫീൽഡ്സിലൊക്കെ കൊണ്ടു നടക്കുമ്പം ക്ലാസ്സസിന് കൊണ്ടുപോകണം. എന്തില്ല, ഇപ്പം ഒരാൾ ബിസി ആണെങ്കിൽ മറ്റേ ആൾ അത് കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ചെയ്യുക. അതൊരു പിള്ളേരും അതാ കണ്ടുപഠിക്കുന്നത്. അന്നേരം അവർക്കും കണ്ടറിയാം ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഓ ഡോക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരു സമയമില്ല. അത് ഞങ്ങൾ ഞങ്ങളുടെ സമയം കണ്ടുപിടിക്കും. അതാണ് കാര്യങ്ങൾ. സാർ, ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക, അതായത് പ്ലാസ്റ്റിക് സർജൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തിരി യങ് ആയിട്ടുള്ളൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നുന്നു. സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു 20 വർഷം മുമ്പുള്ള, അതായത് സാറ് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത സമയം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഫീൽഡുകൾ ഒരു 10-20 വർഷത്തോടെ കഴിയുന്നു, ടെക്നോളജിയൊക്കെ അപ്ഡേറ്റ് ആകുന്നു, AI മാറുന്നു. എങ്ങനെയായിരിക്കാം ഈ ഒരു ഫീൽഡ്, സാർ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഫീൽഡിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സാർ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് ശരിക്കും അറിയാൻ മേലാത്ത കാരണമാണ്. ഇതൊരു ഭയങ്കര വൈഡ്ലി പ്രോഗ്രസിങ് ഒരു ഫീൽഡായിരുന്നു. കാരണം ഒരു മെഡിസിനിൽ ഏറ്റവും കൂടുതൽ ഇന്നോവേഷനും ഏറ്റവും കൂടുതൽ ബേസിക് റിസർച്ച് നടത്തുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് പ്ലാസ്റ്റിക് സർജറി. ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ പൊള്ളലുണ്ടാവില്ലേ, പൊള്ളലുണ്ടാകുമ്പോൾ നമ്മൾ സ്കിൻ നഷ്ടപ്പെടും. ആ സ്കിൻ നമ്മൾ റീപ്ലേസ് ചെയ്യാനത് ഒരാളുടെ ദേഹത്തുള്ള സ്കിൻ തീരെ കുറവ് ഏരിയയുള്ളൂ. ഒത്തിരി മേജർ ബേൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്കിൻ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ സ്കിന്നിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഈ മുറിവുകൾ അല്ലെങ്കിൽ അൾസർ, ഡയബറ്റീസിൻ്റെ ആയ കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. ഒരു മുറിവ് ഹീൽ ചെയ്ത് എടുക്കാവുന്ന ഈ ഇന്നോവേഷനും റിസർച്ചും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ബേസിക് റിസർച്ചിലാണ്. അന്നേരം ഓരോ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരണമെന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നേക്കാളും ബെറ്റർ സർജറീസ് ചെയ്യുക. നമ്മളിപ്പോൾ മൈക്രോവാസ്കുലർ സർജറി ഇല്ലാത്ത ഒരു കാലഘട്ടമുണ്ട്, നല്ല മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലഘട്ടമുണ്ട്. അവിടുന്ന് നല്ല മൈക്രോസ്കോപ്സിലില്ലേ. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം, നമ്മൾ 10 വർഷം മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതിനേക്കാളും നന്നായി ചെയ്യുക. നമ്മുടെ റിസൾട്ട്സ് അതിനേക്കാളും ഭേദമായി. പിന്നെ ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് സർജറിക്കകത്ത് നമ്മൾ കുറേ വർഷം മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളിനകത്ത് ഒത്തിരി റിസ്ക് ഉണ്ടായിരുന്നു. ആ റിസ്ക് ഉള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ വിത്ത് കുറച്ച് ടെക്നോളജി, പിന്നെ നമ്മുടെ ഇന്നോവേഷൻസ് അതൊക്കെ കൂട്ടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ ഒത്തിരി സേഫ് പ്രൊസീജിയേഴ്സ് ആക്കി മാറ്റി. പല സമയത്തും ഡേ കെയർ എന്ന് പറയും, നമ്മൾ രാവിലെ വന്ന് ചെയ്തിട്ട് പോകാവുന്ന പ്രൊസീജിയേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ
വളരെ ഈ അതൊക്കെയാണ് ഒരു മാറ്റങ്ങൾ ഈ സമയത്ത് വന്നത്. ഇപ്പോൾ AI എന്ന് പറയുമ്പം ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എല്ലാവരും AI എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ AI എന്ത് പറഞ്ഞാലും അതിൻ്റെ കൺക്ലൂഷൻസ് എന്തായാലും അറ്റ് ദി എൻഡ് ഓഫ് ദി സ്പെക്ട്രം ഒരു ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീയിങ് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. അത് കാരണം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഹ്യൂമൻ മൈൻഡ് അവസാനം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മനസാക്ഷി, മനുഷ്യപ്പറ്റും പിന്നെ നമ്മുടെ സ്കില്ലും നോളജും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നാലാണ് നമുക്ക് ഈ ഒരു പ്രൊഫഷൻ്റെ വിജയം. സാർ, ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന 2 സർജറി എന്ന് പറയുന്നാൽ ഈ ഒരു ഫീൽഡ് നമ്മൾ പരിഗണിച്ചാൽ പലതും ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ്, അതുപോലെ തന്നെ ഫാറ്റ് റിഡക്ഷൻ സർജറീസുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നു, വളരെയധികം എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അത്ര ട്രെയിനിങ് ഇല്ലാത്ത, ട്രെയിൻഡ് അല്ലാത്ത സെൻറ്ററിൽ ചെന്നിട്ട് ഇഷ്യൂ, സൈഡ് എഫക്ട്സ് ഒത്തിരി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 2 സർജറിയും തിരഞ്ഞെടുക്കുമ്പം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് ഒക്കെ അറിഞ്ഞ് വേണമോ? എന്താണ് ഒരു സർജൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതിനോടുള്ള ഒരു അഭിപ്രായം? എൻ്റെ സർജൻ്റെ ഒന്ന്, നമുക്ക് ഈ ലൈപ്പോസക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ തെറ്റിദ്ധാരണയുണ്ട് അതൊരു ഒബേസിറ്റിയുടെ ഒരു സൊല്യൂഷൻ അല്ല. ഒബേസിറ്റി അല്ല ഇതിൻ്റെ ലൈപ്പോസക്ഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സർട്ടൻ ദേഹത്തിൻ്റെ കുറച്ച് ഭാഗത്ത് എക്സ്ട്രാ ഫാറ്റ് ഉള്ളത് നമ്മളത് എടുത്തു കളയാനാണ്. ഒബേസിറ്റി ഒരിക്കലും നമുക്ക് ലൈപ്പോസക്ഷൻ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആമ്പിള്ളേരുടെ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ബ്രസ്റ്റ് ടിഷ്യൂ ആയിട്ട് വരിക, ഫാറ്റ് വരിക, അത് കുറച്ച് കൊടുക്കുക. പിന്നെ നമുക്കൊരു ബോഡിയുടെ ബാലൻസ്, നമ്മുടെ ചിലരുടെയൊക്കെ ചില ഏരിയാസിൽ ഫാറ്റിൻ്റെ എക്സസ് ഉണ്ടാവും, അത് എടുത്ത് മാറ്റുക, അന്നേരം കുറച്ചുകൂടി ബാലൻസ്ഡ് ആവും. അതുപോലെ തന്നെ ഒരാൾ വന്ന് പറയുക, അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചു വന്ന് പറയുക എനിക്ക് ഐശ്വര്യ റായ് പോലത്തെ മൂക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഐശ്വര്യ റായുടെ ഫേസിന് വേണ്ടിയിട്ട് ആ മൂക്ക് മാച്ച് ചെയ്യും. നമുക്ക് നിങ്ങളുടെ നോക്കി എന്ത് രീതിയിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യാവുന്ന ഒരു മൂക്കാക്കി തരാം. അതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബാലൻസാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചിലരൊക്കെ ഭയങ്കര ഫെയർ ഉള്ളായിരിക്കും, ഇരുന്നറായിരിക്കും, പക്ഷെ ഒരു സൗന്ദര്യമുണ്ട്. അത് റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബാലൻസാണ്, ഫേസിൻ്റെ ബാലൻസ്, അവരുടെ മൊത്തത്തിൽ സ്ട്രക്ചറിൻ്റെ ബാലൻസിലാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒബേസിറ്റിയുടെ നമ്മൾ ഫാറ്റ് റിഡക്ഷൻ സർജറീസ് അല്ല, നമ്മൾ ബാരിയാട്രിക് സർജറീസ് എന്ന് പറയും. ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വണ്ണം കുറയ്ക്കാനുള്ള സർജറീസാണ്. അത് കഴിയുമ്പം പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ലൂസ് കഴിയുമ്പോൾ നമ്മൾ എക്സസ് സ്കിൻ ഭയങ്കരമായിട്ട് സാഗ് ചെയ്യും. കുറേ ഭാഗം, വയറിൻ്റെ ഭാഗം, ചെസ്റ്റിൻ്റെ ഭാഗം, ഇത് ബാക്കിൻ്റെ ഭാഗമൊക്കെ ആവും. അന്നേരം ഈ എക്സസ് ആ സ്കിന്ന് ചുരുങ്ങിപ്പോയില്ല. അന്നേരം ഈ ഭാഗങ്ങൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ അത് ലൈപ്പോസക്ഷനും പിന്നെ നമ്മൾ സർജറി ചെയ്ത് ആ ഭാഗങ്ങളൊക്കെ കുറച്ച് ഒരു അപ്പിയറൻസ് നിയർ നോർമൽ ആക്കാൻ ശ്രമിക്കും. അത് ഈ ബേരിയാട്രിക് സർജറിയുടെ ഒരു സെക്കൻഡ് സ്റ്റേജാണ്. വെയിറ്റ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞ് എക്സസ് ആയിട്ടുള്ള ഫാറ്റും സ്കിന്നും നമ്മൾ എടുത്തു മാറ്റി ഒരു നോർമലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പോസ്റ്റ് ബാരിയാട്രിക് നമ്മൾ സർജറീസ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ട്രെൻഡിങ് ആകുന്ന ഒരു കാലയളവാണ്. അതെ, ഹെയർ ട്രാൻസ്പ്ലാന്റും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നന്നായിട്ട് ട്രെയിൻ ചെയ്ത് ഇത് കുറേ ബേസിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അന്നേരം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇത് ചെയ്യണ ആളാരാണ്, ട്രെയിൻഡ് ആണോ, എത്ര വർഷത്തെ ട്രെയിനിങ് ഉണ്ട്, അതൊക്കെ നോക്കിയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആൾക്കാരുടെ ഒരു പൊതുജനത്തിൻ്റെ ധാരണയെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ ചിലവ് കുറവുള്ള സ്ഥലത്ത് കണ്ടുപിടിച്ച് അവിടെ ഇത്രയും ചിലവില്ല, മറ്റേ സ്ഥലത്ത് ഇത്രയും ചിലവുള്ളു, ഇതൊക്കെ നോക്കിയും കണ്ടും നമ്മൾ പോകരുത്. ഒരു ക്രെഡിബിലിറ്റി നോക്കണം. നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. പല സ്ഥലത്തും ഇപ്പം കുറേ ക്ലിനിക്സ് ചുറ്റുപാടും നമുക്ക് കാണാം, പല പ്രൊസീജിയേഴ്സും ചെയ്യും. പക്ഷേ നമ്മൾ അന്വേഷിക്കണം ഇതാരാണ് ചെയ്യണമെന്ന്. ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ആദ്യം തന്നെ ഏത് ഡോക്ടറാണ് ചെയ്യണത്, എന്ത് ട്രെയിനിങ് നൽകിയ ഡോക്ടറാണ്, എന്ത് ഡിഗ്രീസ് ഉണ്ട്, ഈ ഡോക്ടർ എത്ര കാലഘട്ടം ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാരണം ഇപ്പം നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റിവ്യൂസിലാണ് എല്ലാവരും പോണത്. പക്ഷേ ഈ റിവ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാടുമില്ല. നമ്മുടെ ഒരു PR ടീം ഉണ്ടെങ്കിൽ 1000 റിവ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ആ റിവ്യൂസ് നോക്കി പോകാതെ നമ്മൾ പലരുടെയും അന്വേഷിച്ച്, എസ്പെഷ്യലി ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ പലരുടെ അടുത്ത് അന്വേഷിച്ചിട്ട് ആരാണ് ട്രെയിൻഡ്, എന്തിൻ്റെ ട്രെയിനിങ് എന്ത് രീതിയിലുണ്ട്, ഈ ഡോക്ടർ എത്രത്തോളം ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം നോക്കി വേണം നമ്മൾ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ. സാർ, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ്, അതായത് ഫിലിം സ്റ്റാർസിൻ്റെ ഫോട്ടോയെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞ പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം. സാർ, ഇതിൽ വല്ല കാര്യമൊക്കെ ഉള്ളതാണോ?
അതെ, ഇതിനകത്ത് കാര്യമുണ്ട്. കാരണം നമ്മൾ വിത്ത് ഏജ് നമ്മൾ ഫേസിനും നമ്മുടെ ദേഹത്തൊക്കെ കുറേ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം വണ്ണം വയ്ക്കാം, സ്കിൻ ലാക്സ് ആകാം. ഇപ്പം മുഖത്ത് സ്കിൻ ലാക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ റിങ്കിൾസും ഇതൊക്കെ വരുമ്പം നാച്ചുറലി നമ്മളൊരു ഏജ് എടുത്ത് കാണിക്കുന്ന ഒരു സമയമുണ്ട്. അന്നേരം നമ്മൾ അതിന് കുറച്ച് സർജറീസ് ഉണ്ട്. നമ്മൾ 2-3 മേജർ സർജറീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, മേജറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണിൻ്റെ ഐലിഡ്സിന് ബാഗി ഐലിഡ്സ് എന്ന് പറഞ്ഞു, അത് നമ്മൾ ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സർജറി വെച്ചിട്ട് കുറച്ച് കൊടുക്കും. പിന്നെ ഉള്ളത് ഈ ഫേസിൽ സ്കിൻ സാഗ് ചെയ്യുമ്പം അതിന് ഫേസ് ലിഫ്റ്റ് എന്ന് പല സർജറീസ് നമ്മൾ ചെയ്യും. അന്നേരം സ്കിൻ കുറച്ച് ടൈറ്റൻ ചെയ്യും. സ്കിൻ മാത്രമല്ല, ആക്ച്വലി അത് മസിൽ ലൂസാണ് കാരണമാണ് ഈ സ്കിൻ ലൂസാണ്. ഇഞ്ചക്ഷൻ്റെ കാര്യമൊക്കെ അതെ, ഇഞ്ചക്ഷൻ ഉണ്ട്. നമ്മൾ ഇതെല്ലാത്തിൻ്റെയും ഒരു പല സ്പെക്ട്രം ഉണ്ട്. നമുക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു രീതിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് കുറച്ച് സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും കൂടെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പല കാര്യങ്ങളും വേണോ വേണ്ടേന്ന് നമ്മൾ ആലോചിക്കണം. ആക്ച്വലി നമ്മൾ ഈ ബാഗി ഐലിഡ്സ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അവിടെ താഴത്തെ ലോവർ ഐലിഡൊക്കെ ഇങ്ങനെ വീർത്ത് വരണം, അതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് സാരമായ വ്യത്യാസം ഉണ്ടാവും. അന്നേരം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് സർജനോട് ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയും. ഇതുകൊണ്ട് ചെയ്തുകൊണ്ട് എന്ത് ഗുണമുണ്ട്, ചെയ്യാതിരുന്നാൽ വേറെ എന്ത് ചെയ്യാവുന്നതാണ്, ഇഫ് ബോട്ടോക്സും ഫില്ലേഴ്സും ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചും നോക്കിയും അതിനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചാടിക്കയറി ഇത് വേണം, ഇത് ചെയ്യണം, അത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കണതിൽ നമ്മൾ നല്ലപോലെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ആലോചിച്ച് അറിഞ്ഞിട്ട് വേണം ഒരു പ്രൊസീജിയറിലേക്ക് ഇറങ്ങണത്. സാർ, അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. MBBS കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഓരോ സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കുന്ന ഒരു കാലയളവുണ്ട്. അതായത് ഒരു കുറച്ചധികം വർഷങ്ങൾ മുമ്പിലത്തെ നോക്കുവാണെങ്കിൽ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിരുന്നത് സർജറി ആയിരുന്നു. ചില സമയം വന്നപ്പോൾ സർജറിക്ക് ഇച്ചിരി അധികം ഡിമാൻഡ് കുറഞ്ഞു, ചില സമയത്ത് ഡെർമറ്റോളജി കൂടി. ഓരോ വർഷവും ഓരോ ട്രെൻഡാണ്. എങ്ങനെ സാറ് വിലയിരുത്തും? സാറ് ബേസിക് ആയിട്ടൊരു സർജനാണ്, സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സർജറിയുടെ ഒരു വേരിയേഷനെ സാറ് വിലയിരുത്തുന്നത്? അല്ല, അതിനകത്തുള്ള നമ്മൾ ഓരോ പിള്ളേരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ യൂത്തിൻ്റെ പൊതുവെയുള്ള അവർ കൂടുതൽ ഫോക്കസ്ഡ് ആണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടാണ്. അന്നേരം ഇതിനകത്ത് നോക്കുമ്പം ഒരു സർജൻ്റെ ഒരു വർക്ക് കാണുമ്പോൾ നോക്കുമ്പം ആ സമയത്തൊക്കെ ഓഡ് അവേഴ്സിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അത് കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ നോൺ സർജിക്കൽ ഫീൽഡ്സിലേക്ക് പോകാനൊരു ചായ കൊണ്ടാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയണത്, ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലേക്ക് പോകണം. നമുക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാണ് കുറച്ച് വർക്ക് ചെയ്താൽ മതി, ഒരു ഓഫീസ് വർക്ക് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രോബബ്ലി നമ്മൾ പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് സർജിക്കൽ ഫീൽഡാണെങ്കിൽ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അന്നേരം എനിക്ക് തോന്നുന്നത് നമ്മളെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് പോകേണ്ടത്. അല്ലാതെ ആരാണ് ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ റേഡിയോളജിക്കാണ് ആരും പോകണത്, അല്ലെങ്കിൽ സർജറിക്ക് ആരാണ് പോകാൻ താല്പര്യം, അല്ലെങ്കിൽ ഡെർമറ്റോളജി, അങ്ങനെ പോകാതെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ എന്തിന് പോയാലും അത് എൻജോയ് ചെയ്തിരിക്കണം. എൻജോയ് ചെയ്താൽ ഏത് സ്പെഷ്യാലിറ്റിയും നമുക്ക് എൻജോയ് ചെയ്ത്, എക്കണോമിക്സ് വിൽ കം ലേറ്റർ. സൈക്യാട്രി എന്ന് പറയുന്നത് മാനസികാരോഗ്യ ചികിത്സയും അതോടൊപ്പം കൗൺസിലിങ്ങും എല്ലാം ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു ചികിത്സ സ്പെഷ്യാലിറ്റിയാണ്. നമുക്കൊരു ജീവിതത്തിൽ ഒത്തിരി ലൈഫ് ഇവന്റ് ഉണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അത് നേരിടാൻ എൻ്റെ മനസ്സിന്, എൻ്റെ കഴിവിന് അത് നേരിടാൻ പറ്റില്ല എന്ന തോന്നൽ എപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നോ അപ്പോഴാണ് മനസ്സിൽ. അപ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണ് സ്ട്രെസ്. മനസ്സിന് പ്രശ്നമില്ലാത്ത ആരും ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഒരിക്കലും ഡിഫൈൻ ചെയ്യാത്ത ഒന്നാണ് നോർമാലിറ്റി. ആരും നോർമലാ, ഞങ്ങളും നോർമലാ നമ്മൾ പറയത്തില്ല. കാരണം എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഉത്കണ്ഠയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഏത് ലക്ഷ്യമായാലും ഒന്നാമത്തെ ലക്ഷ്യം സാധിച്ചെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യത്തിൽ സന്തോഷം കണ്ടെത്താൻ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ പരിശീലിപ്പിക്കണം. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്ത് ആസ്വദിച്ച് ചെയ്യുന്നു, എവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു, മറ്റുള്ളവരല്ല, കുഞ്ഞുങ്ങളെവിടെ സന്തോഷം കണ്ടെത്തുന്നു, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സറിഞ്ഞ് ഉള്ളു നിറഞ്ഞ് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക. അതാണ് ജീവിതത്തിൽ ഏറ്റവും വർക്കായാലും എത്ര ബിസി ആയാലും ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, മനസ്സമാധാനത്തോടെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും എൻജോയ് ചെയ്ത് ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അല്ലാതെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ മാത്രമല്ല. Brilliant Study Center, India's #1 coaching center for NEET and JEE.